ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ രാവിലെ സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് ഞാൻ അമ്മയ്ക്ക് ബായൊക്കെ പറയണം, പോയി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ചാച്ചയൊക്കെ കൊടുത്തിട്ട് പോയി. അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതുകൊണ്ട് എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. എനിക്കറിയില്ലായിരുന്നു അമ്മ വിളിക്കാൻ വരുമെന്ന്. അങ്ങനെ അമ്മ ഓഫീസിൽ വന്ന് നമുക്കൊരു പേപ്പർ ക്ലാസ്സിലോട്ട് എടുത്തിട്ട് അപ്പം നമ്മൾ വിളിക്കാൻ വന്നത് അമ്മ. അങ്ങനെ എന്നെ കാത്തിരുന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് വന്നു. അമ്മ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സ്കൂളിൽ ചേർന്നതിന് ശേഷം വിളിക്കാൻ വരുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല. എല്ലാ സ്കൂളിലും ഉള്ളതാണ് നമുക്ക് അവിടെ നിന്നൊരു പേപ്പർ തരും, നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ വിളിക്കാൻ പോകുന്നത്. അപ്പം അമ്മയ്ക്കതറിയാത്തതുകൊണ്ട് അമ്മയെല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ സ്കൂളാണിത്, സ്കൂളിൻ്റെ ഫ്രണ്ടിൽ. അങ്ങനെ അമ്മയും ഞാനും അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഗേറ്റിൻ്റെ അടുത്തോട്ട് നടക്കും. കാരണം നമുക്ക് ഈ പേപ്പർ നമുക്ക് ആ സെക്യൂരിറ്റി അങ്കിളുടെ കൊടുക്കണം. അപ്പം പേപ്പർ സെക്യൂരിറ്റി അങ്കിളുടെ കൊടുത്തപ്പോൾ സെക്യൂരിറ്റി അങ്കിൾ ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. നമ്മുടെ ഓട്ടോ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഓട്ടോ അങ്കിൾ വന്നു. ഇനി നമ്മൾ നേരെ പോകുന്ന കൊല്ലത്തേക്കാണ്. അപ്പം ഇത് ചന്ദനത്തോപ്പാണ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ചന്ദനത്തോപ്പ്. അപ്പം ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അത് വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ പോവാണ്. അത്യാവശ്യം നല്ല റോഡിൽ നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ കൊല്ലത്തോട്ട് പോകണം. കൊല്ലത്ത് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ ഇത് നമ്മുടെ പിന്നെ ഉള്ളത് നമ്മുടെ ഡിമോസിൻ്റെ ഫർണിച്ചർ ഷോപ്പ്. അങ്ങനെ വഴിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോവാണ്. ഈ ബൈപ്പാസിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ റോഡൊക്കെ ഭയങ്കര കൺജസ്റ്റാണ്, ഭയങ്കര ട്രാഫിക്കാണ്. അത് മാത്രമല്ല ഈ പൈപ്പൊക്കെ പൊട്ടിയിട്ട് അവിടെ മൊത്തവും വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാരുടെ ദേഹത്തൊക്കെ ഈ വെള്ളം തെറിച്ച് വീഴുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും എങ്ങനെയൊക്കെയോ നമ്മൾ അപ്പുറത്തെത്തി. ഈ റോഡ് നമ്മൾ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും കൺജസ്റ്റഡ് ആയതുകൊണ്ട് എന്നാലും നമ്മളെത്തി. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു പായസക്കട കണ്ട്, ഒരു തണുത്ത പായസം നിൽക്കുന്ന കട. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ച ഈ കസ്റ്റാർഡ് സാഗോ എന്ന് പറയുന്ന സംഭവമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ എത്തി. നമുക്ക് ടോക്കണൊക്കെ കിട്ടി. അപ്പോൾ അമ്മ ഡോക്ടറെ കാണാൻ പോയപ്പോൾ അവിടെ ടി വി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ നമുക്ക് സ്കാനിങ്ങിനൊക്കെ എഴുതി തന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കാനൊക്കെ ചെയ്യാനായിട്ട് പോയി. കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്തൊക്കെ പോകാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇത് ആശ്രമം ഗ്രൗണ്ട് ഉണ്ടല്ലോ, അവിടെ എന്തോത്തിൻ്റെ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും സ്കാനിങ് റിപ്പോർട്ട് കിട്ടാൻ ലേറ്റ് ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ എക്സിബിഷനൊക്കെ ഒന്ന് കണ്ടിട്ട് വരുന്നത്. അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് ഡയറക്റ്റ് വന്നുകൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തുള്ളൊരു ബേക്കറിയിൽ കയറി എനിക്കിഷ്ടപ്പെട്ട 2-3 സാധനങ്ങളൊക്കെ എടുത്തു. ഒരുപാട് സാധനമൊന്നും ഇല്ല, എന്നാലും 2-3 സാധനങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ അവിടെ ഒരു വെറൈറ്റി ആയിട്ടൊരു സാധനം ഇരിക്കുന്നുണ്ട്. ഇതുവരെ കണ്ടിട്ട് നമ്മുടെ ഈ കോക്കനട്ട് മിൽക്കിൻ്റെ ഒരു മുറുക്ക്. അപ്പം ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ വെച്ച് അതൊരെണ്ണം വാങ്ങിക്കാമെന്ന് വെച്ചു. അതും വാങ്ങിച്ചു. പിന്നെ ഞാനൊരു ക്രീം ബണ്ണ് വാങ്ങിച്ചു. സ്കൂളിൽ നിന്ന് ഡയറക്റ്റ് വന്നുകൊണ്ട് കുറച്ച് വിശപ്പുണ്ടായിരുന്നു. ക്രീം ബണ്ണൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സാധനങ്ങളൊക്കെ പറക്കിയിരുന്നു. എന്നിട്ട് അമ്മ ബില്ലൊക്കെ പേ ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അന്ന് കാർത്തികയായതുകൊണ്ട് ഈ വഴിയിലൊക്കെ ഇങ്ങനെ നമ്മളന്ന് രാത്രി പുഴുങ്ങി കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ചേമ്പ് കാറ്റൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങി. ആൻറ്റി പറയുന്നത് വെച്ചാൽ ഇതൊക്കെ വയനാട്ടിൽ നിന്ന് വരുന്നതായിരുന്നു നേരത്തെ. അവിടുത്തെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അവിടെ നിന്നല്ല, ഇപ്പം നമ്മൾ തൊട്ടടുത്തുള്ള അവിടെ നിന്നൊക്കെ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആവശ്യമുള്ള കൂവക്കിഴങ്ങും അതും ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇറങ്ങി. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും ഓട്ടോ അങ്കിളും കൂടെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു ആശ്രമ ഗ്രൗണ്ടിൽ. അപ്പം നോക്കിയപ്പോൾ നമ്മുടെ ഈ ടൈറ്റാനിക് ഷിപ്പും സ്കൈ വീലും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് ടൈമുണ്ട്, കുറച്ച് ലേറ്റ് ആവും നമ്മുടെ റിപ്പോർട്ട് കിട്ടാൻ. അപ്പം അവിടെയൊക്കെ ഒന്ന് പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ പോയത് ഒരു മാർക്കറ്റിലോട്ടാണ്. അമ്മയും അങ്കിളും ഇറങ്ങിയുള്ളൂ, ഞാൻ ഇറങ്ങിയില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അവർ എന്തൊക്കെയോ നമ്മൾ കഴിക്കുന്ന കുറച്ച് മീനുണ്ട്, അതൊക്കെ വാങ്ങി നമ്മുടെ റിപ്പോർട്ടൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് മെഡിസിനൊക്കെ വാങ്ങിക്കണ്ടെങ്കിൽ പിന്നെ മെഡിസിനൊക്കെ വാങ്ങി. പിന്നെ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാനായിരുന്നു. അങ്ങനെ അതെല്ലാം ഒട്ടിച്ച് നേരെ വീട്ടിൽ വന്നിട്ട് കുളിച്ച് റെഡിയായി ഞാൻ നല്ല ഉടുപ്പൊക്കെ ഇട്ട് വന്നു. ഞാനും അമ്മൂമ്മയും കൂടെ അവിടെ കുറച്ച് വിളക്കൊക്കെ വെച്ചു. എന്നിട്ട് നമ്മൾ സന്ധ്യ ആയപ്പോഴത്തേക്ക് വിളക്കെല്ലാം കത്തിച്ച് കാർത്തിക ആയതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വീട്ടിലും വിളക്ക് കത്തിക്കും.
വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണ്ട് ഭയങ്കര രസമാണ് അത് കാണാൻ. എല്ലാ വീട്ടിലും ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിരിക്കുമ്പോഴല്ലേ എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക, ഭംഗിയൊക്കെ ഉണ്ടല്ലോ, ആ വിളക്കിൻ്റെയൊക്കെ ഭംഗി ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നിൽക്കും. ആ ഒരു ദിവസത്തേക്കേ ഉള്ളെങ്കിലും കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഞാൻ പിന്നെന്ത് ചെയ്തേ, പിന്നെ നമ്മൾ കൊല്ലത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്നില്ലായിരുന്നോ ആ പുഴുങ്ങാൻ വേണ്ടിയുള്ള സാധനം, അതെല്ലാം അമ്മൂമ്മ വെട്ടി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വേവിച്ച് നമ്മൾ രാത്രിയായപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. പിന്നെ എന്തെന്നായിരുന്നു, പിന്നെ നമ്മൾ കുറച്ച് അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അപ്പം ഇന്നത്തെ ദിവസം അത്രയൊക്കെ ഉള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.